കോഴിക്കോട് ഏറ്റവും പ്രമുഖനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി PM നിയാസ് തോറ്റു എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഷബീർ ഒമർ ചേരുന്നു. ഷബീർ, UDF കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ പ്രമുഖ സ്ഥാനാർത്ഥി തോൽക്കുകയാണോ? നിഷാദ് അജിംസ്, തീർച്ചയായും UDF-നെ ഞെട്ടിപ്പിക്കുന്ന തോൽവി, കോൺഗ്രസിനെ ഞെട്ടിപ്പിക്കുന്ന തോൽവി. KPCCയുടെ ജനറൽ സെക്രട്ടറി അവരുടെ സിറ്റിംഗ് സീറ്റിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ പാറപ്പടി വാർഡിൽ തോറ്റിരിക്കുന്നു. അത് മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി പ്രധാനമാണ്. അവിടെ അവരുടെ സിറ്റിംഗ് വാർഡിൽ NDA സ്ഥാനാർത്ഥി വിജയിക്കുന്നു. ഹരീഷ് പൊറ്റങ്ങാടിയാണ് UDF-ന്റെ സിറ്റിംഗ് സീറ്റായ പാറപ്പടിയിൽ വിജയിച്ചത്. നമുക്കറിയാം VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വന്ന ഘട്ടത്തിൽ PM നിയാസിനെ, KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനെയായിരുന്നു മേയർ സ്ഥാനാർത്ഥിയായി UDF ഉയർത്തിക്കാണിച്ചത്. അദ്ദേഹമാണ് ഇപ്പോൾ തോറ്റിരിക്കുന്നത്. മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൂടി പ്രധാനമാണ്. NDA അപ്രതീക്ഷിത മുന്നേറ്റം നടത്തി എന്ന് പറയാം. കാരണം LDF-ന്റെ സിറ്റിംഗ് സീറ്റ് കൂടി കോഴിക്കോട് കോർപ്പറേഷനിൽ NDA പിടിച്ചെടുത്തിട്ടുണ്ട്. പൊറ്റമ്മൽ വാർഡിൽ കോൺഗ്രസിന് അപ്രതീക്ഷിതമായ തിരിച്ചടി PM നിയാസിന്റെ പരാജയത്തിലുണ്ടായി. NDAക്ക് പരാജയം ഉണ്ടായി. NDAക്ക് വൻ വിജയം ഉണ്ടായത് മേയറുടെ സീറ്റിൽ വിജയിച്ചുകൊണ്ടാണ് അവരുടെ മുന്നേറ്റം ഉണ്ടായെന്ന് കാണാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. UDF-ന്റെ വലിയ തിരിച്ചുവരവിലേക്ക്. കൊച്ചി കോർപ്പറേഷനിൽ 8 UDF-ന്റെ വിജയം എന്നത് വന്നു കഴിഞ്ഞു. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന്. ലിജോ, അവിചാരിതമായത്, അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ ജില്ലയിൽ? തീർച്ചയായും ഇടത് കോട്ടകൾ ആടി ഉലയുന്ന ഒരു കാഴ്ചയാണ് കൊല്ലം ജില്ലയിലും കാണാൻ സാധിക്കുന്നത്. കൊല്ലത്തെ ശക്തി കേന്ദ്രമായിരുന്നു ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്നത് നെക്സ്റ്റ് ടു നെക്സ്റ്റ് ഫൈറ്റ് എന്ന നിലയ്ക്കാണ്. 9-9 എന്ന രീതിയിൽ ലീഡ് ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ്. ആകെ 3 സീറ്റ് മാത്രമായിരുന്നു കഴിഞ്ഞ തവണ 26-ൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 9 ഇടത്ത് ലീഡ് ചെയ്യുന്നു. പലയിടത്തും വ്യക്തമായ ലീഡോടുകൂടെ, നെടുമ്പന ഉൾപ്പെടെയുള്ളിടത്ത് വ്യക്തമായ ലീഡോടുകൂടെ ലീഡ് ചെയ്തു. ഇതിനേക്കാളും ഞെട്ടിച്ചതെന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷനിലെ കണക്കാണ്. പുറത്തു വന്നത് 11 ഇടത്ത് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 7 ഇടത്ത് UDF വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ UDF-ന് ആകെ ഉണ്ടായിരുന്നത് 10 സീറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ 7 ഇടത്ത് UDF വിജയിച്ചിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ പോലും അവിചാരിതമായത്, അപ്രതീക്ഷിതമായത്, ആരും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഉരുക്കുകോട്ടകൾ പലതും ഉലയുന്നു എന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച.